പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മേരി ജോർജ്. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് കളിക്കുന്ന ഒരു വേനൽക്കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു പാനീയത്തെ പറ്റി പറയാനാണ്. വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം കുടിക്കും, ഭക്ഷണം കുറയ്ക്കും. അപ്പം നമുക്ക് പലതരത്തിലുള്ള ധാതു ലവണങ്ങളുടെയൊക്കെ അഭാവം വരും. ആ കുറവ് മൂലം നമുക്ക് രാത്രി ചിലർക്ക് കാല് കോച്ചി പിടിക്കുകയൊക്കെ ചെയ്യും. അത് മഗ്നീഷ്യത്തിൻ്റെ മാംഗനീസിൻ്റെ ഒക്കെ കുറവ് കൊണ്ടാണെന്ന് പറയണത്. അപ്പോൾ അങ്ങനെ നമുക്ക് ധാന്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ് ബാർലി. ബാർലി എല്ലാവരും കേട്ടിട്ടില്ലേ? ബാർലി പക്ഷേ നല്ല വേവുണ്ട്, നല്ല നാരുണ്ട്, ഒത്തിരി നേരം ചവയ്ക്കണം അത് കഴിക്കാൻ. അതുകൊണ്ട് അത് കൂടുതലായിട്ടും നമ്മൾ മൃഗങ്ങൾക്ക് ഫുഡായിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം നമുക്കും ഇത് മനുഷ്യർക്ക് നല്ല അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ മഗ്നീഷ്യത്തിൻ്റെ അഭാവം കൊണ്ട് കോച്ചിപ്പിടുത്തമൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇന്ന് ഈ ബാർലിയുടെ വിശേഷങ്ങൾ പറയാൻ നോക്കുന്നുണ്ടെങ്കിൽ ബാർലി കൊണ്ടൊരു പാനീയം ഉണ്ടാക്കാൻ. ഇതാണ് ബാർലി. അപ്പോൾ ഇതൊരു 2 സ്പൂൺ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. വേകാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഒത്തിരി വേവുണ്ട്. ഈ കുക്കറിലൊക്കെ അടിച്ചാൽ നമുക്ക് പാനീയാക്കുന്നത് ഒരു സുഖമില്ലല്ലോ. കഞ്ഞി കുടിക്കാനൊക്കെ ആണെങ്കിൽ അല്ല ചോറുണ്ണാനാണെങ്കിൽ നമുക്ക് കുക്കറി വയ്ക്കാം. അപ്പോൾ നമുക്കിത് ഒരു 2 സ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം. കുതിർന്ന് കഴിയുമ്പോൾ തലേദിവസം വൈകുന്നേരം ഒരു കുറച്ച് ബാർലി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ പിറ്റേ ദിവസം നമുക്കത് കുടിവെള്ളത്തിലിട്ട് തിളപ്പിച്ച് പാനീയമാക്കാം. അപ്പം നമ്മുടെ മഗ്നീഷ്യത്തിൻ്റെ കുറവ് അങ്ങനെ പരിഹരിക്കപ്പെടും. വാതം, കൊച്ചുവലിക്കൊക്കെ ഉള്ളവർക്ക് നല്ലൊരു പാനീയമാണ്. ഞാനിവിടെ ഒരു കുറച്ച് ബാർലി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഒരു 2 സ്പൂൺ ബാർലി ഉള്ളൂ. അത് ഒരു 1 ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളത്തിലേക്കിട്ട് നമുക്ക് മൂടി വയ്ക്കാം. 1-2 ബാർലിയൊക്കെ പൊങ്ങിക്കിടപ്പുണ്ട്. അതിനെ നമുക്ക് അങ്ങോട്ട് നീക്കം ചെയ്ത് കളഞ്ഞേക്കാം. പൊങ്ങിക്കിടന്ന ബാർലി വെള്ളം നമ്മളങ്ങ് ഊറ്റി കളഞ്ഞു. അപ്പോൾ ആ ബാർലി പോയി. ഇനി നമുക്കിപ്പോൾ വൈകുന്നേരം രാത്രിയാണ്, ഒരു 5-6 മണിക്കൂർ കുതിർന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ നമുക്ക് കലം നിറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ രാത്രിയിലൊന്ന് കുതിരാനായിട്ട് വെക്കാം. നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച ബാർലിയാണ്. ആ വെള്ളത്തിനൊരല്പം നിറം വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ, ബാർലി ഇത്ര നേരം കിടന്ന് കുതിർന്നത് കൊണ്ട്. പക്ഷെ ഒത്തിരിയൊന്നും ബാർലി വലുതായിട്ടൊന്നുമില്ല. പക്ഷെ വെന്ത് കഴിയുമ്പം ബാർലിയുടെ ചോറ് നല്ല വലിപ്പത്തിലാവും. നമുക്ക് ഈ കലം നിറച്ച് വെള്ളമെടുത്ത് തിളപ്പിക്കാം. അടുപ്പ് കത്തിച്ചു. നമുക്ക് കുടിക്കാനുള്ള കുടിവെള്ളം അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറച്ച് നേരം ബാർലി തിളച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കലം നിറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ തിളപ്പിച്ച് ഏതായാലും വെള്ളം തിളപ്പിക്കണം. കുതിർന്നതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വീർത്ത് ബാർലി ചോറായിട്ട് വരും. ആ ചോറ് നമുക്ക് ഉണ്ണാൻ കൊള്ളാം. കൂടുതൽ സമയം ഇച്ചിരി ചവയ്ക്കാൻ കൂടുതൽ സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ബാർലിയുടെ ചോറ് നമുക്ക് ഉണ്ണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ, മൂടി വയ്ക്കാം. ബാക്കി ബാർലി നമുക്ക് പാത്രത്തിലിട്ട് അടച്ച് വയ്ക്കാം. ബാർലി പൊടിയും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ബാർലി പൊടിയാണെങ്കിൽ നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു സ്പൂൺ പൊടിയെടുത്ത് കലക്കി ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിച്ച് എടുത്താൽ മതി. നമ്മൾ ബാർലി വെച്ചിട്ട് തിളച്ച് വരുന്നേ, കഞ്ഞി തിളയ്ക്കുന്ന പോലെ തന്നെ. പണ്ട് ഇതൊരു ധാന്യമാണ്, കഞ്ഞി വെച്ച് കുടിച്ചിരുന്നതാണ്. ഒന്ന് തിളച്ചു. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിർത്താം. 1-2 മിനിറ്റും കൂടെ വേണമെങ്കിൽ. ഉണ്ടോ, അത് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി അത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാറുള്ളൂ. ഒരു ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലെടുത്ത് കാണിക്കാം. ഞാൻ സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ ബാർലിയുടെ വെള്ളം ഞാൻ ഊറ്റിയെടുത്തു. ഇത് അതിൻ്റെ ബാക്കി വന്നിരിക്കുന്ന ബാർലി കഞ്ഞിയാണ്, അല്ലെ ബാർലി ചോറാണ്. അതുകൊണ്ടോ നമ്മുടെ ബാർലി അരി എന്ത് ചെറുതായിരുന്നു. ഇപ്പോൾ ചോറ് സാധാരണ അരിയുടെ ചോറ് പോലെ തന്നെ അത്രയും വലുതായി വന്നിട്ടുണ്ട്. നമുക്കൊരു അല്പം ചിക്കനും
അച്ചാറും കൂട്ടി കഴിക്കാം. ബാർലിക്കഞ്ഞി കുടിക്കുക. ചെറു ചൂടുമുണ്ട്, ഉപ്പുമുണ്ട്, ഇച്ചിരി അച്ചാറും ഉപ്പേക്കിടാം അല്ലേ. ഇത് എന്തച്ചാറാണെന്നറിയാം? വാഴപ്പിണ്ടി അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലത്ത് ബാർലി വെള്ളം കുടിക്കുക, അതിന് ചോറ് കളയാതെ അതും കൂടെ കഴിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. കാലിൻ്റെയൊക്കെ പേശി കോച്ചി വലിക്കുന്നവർക്ക് നല്ലതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.